സെലിബ്രിറ്റി ഇൻ്റർവ്യൂ കൊണ്ട് ഏറെ ശ്രദ്ധയിൽപ്പെട്ട ഒരു അവതാരികയാണ് വീണ മുകുന്ദൻ. അടുത്തിടെ ആപ് കൈസേ ഹോ എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് താൻ കടന്നുപോയ ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള ദിവസങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുകയാണ് യൂട്യൂബ് ചാനലിലൂടെ വീണ. കണ്ണിന് നീര് വന്ന് പല പരിപാടികളും മാറ്റിവെക്കേണ്ട അതിനെക്കുറിച്ച് വീണ പറയുന്നുണ്ട്. വീണയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫെബ്രുവരി 10 എനിക്ക് ഗായത്രി സുരേഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസം. രാവിലെ നേരത്തെ ആയിരുന്നു ആ ഇൻ്റർവ്യൂ. രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഉറക്കത്തിൽ അസ്കിത ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഫ്ലാറ്റിൽ പോയി ഉറങ്ങാമെന്ന്. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഫ്രഷ് ആകുമല്ലാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ പോയി കിടന്ന് വൈകുന്നേരം ഒരു 5 മണിക്ക് ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. എൻ്റെ ഒരു കണ്ണിന് മുകളിലായി ചെറിയൊരു തടിപ്പ് കണ്ടു. രാവിലെയും പലയിടത്തും കറങ്ങി നടന്നതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കുമെന്ന് കരുതി. അടുത്ത ദിവസത്തേക്ക് മാറുമെന്ന് കരുതി. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും മുഖം മൊത്തം മത്തങ്ങ പോലെയായി. എന്ത് ചെയ്യണമെന്നറിയില്ല, കാരണം നമ്മുടെ പ്രൊഫഷനാണ്. അന്നുണ്ടായ ടെൻഷൻ പറയാൻ പറ്റില്ല. അങ്ങനെ താൻ എറണാകുളത്തെ ഒരു ആശുപത്രിയിൽ പോയി. ഡോക്ടർ പറഞ്ഞത് കുഴപ്പമില്ല, അടുത്ത ദിവസം ശരിയാകുമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ എനിക്ക് അടുത്ത ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകാൻ പറ്റുമെന്ന്. ഡോക്ടർ പറഞ്ഞു പോകാം. അപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഡോക്ടർ തന്ന ഐ ഡ്രോപ്സും മെഡിസിനൊക്കെ കഴിച്ച് ചില്ലായിട്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരമായിട്ടും ഇതിന് കുറവൊന്നും വന്നില്ല. അടുത്ത ദിവസം രാവിലെ ഭീകരമായിരുന്നു. കണ്ണ് അതുവരെ പകുതിയെങ്കിലും തുറന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് കണ്ണ് മുഴുവനായും അടഞ്ഞു. കണ്ണിന് ചുറ്റും ഭയങ്കര നീര്. അങ്ങനെ ഞങ്ങൾ ഒരു നേത്രരോഗ വിദഗ്ധനെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് എഡിമ ഓൾ റൈറ്റ് എലിഡ് എന്നാണ് പറഞ്ഞത്. ഇത് പെട്ടെന്ന് മാറില്ല എന്നും 2-3 ആഴ്ച വേണ്ടി വരുമെന്ന് പറഞ്ഞു. എൻ്റെ സമാധാനം മുഴുവൻ പോയത് അപ്പോഴാണ്. ആ സമയത്തേക്ക് ഒരുപാട് ഇൻ്റർവ്യൂ, ആപ് കൈസേ എന്ന സിനിമയുടെ പ്രൊമോഷൻ, നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ആകെ കിളിപാറിയ ഒരവസ്ഥ. എനിക്ക് കണ്ണാടിയിൽ നോക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല. എൻ്റെ മുഖം കാണുമ്പോൾ കരച്ചിൽ വരും. കരയും തോറും ആ നീര് കൂടി വരും. എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ 10 ദിവസത്തോളം കടന്നു. രണ്ടാമത്തെ കണ്ണിലും ഇത് വരുന്നത് പോലെ തോന്നി. ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഇത് സാധാരണമാണെന്നും പറഞ്ഞു. ആദ്യമായി ചെയ്ത സിനിമയുടെ പ്രൊമോഷന് പോകാൻ പറ്റാതെ നല്ല വിഷമവും തോന്നി. നീര് കുറച്ച് കുറഞ്ഞാണെങ്കിലും എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ തീർച്ചയായും പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുമെന്നായിരുന്നു എൻ്റെ ചിന്ത. എന്നാൽ എനിക്ക് കൂടെയുള്ള ആത്മവിശ്വാസം തന്നുവെന്നും. പിന്നെ ആപ് കൈസയുടെ പ്രൊമോഷന് പോയി 3 കോളേജിലേക്കാണ് പോകുന്നത്. ഭാരത് കോളേജ് പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ ആങ്കറിന് ചെയ്യുന്ന കുട്ടിക്ക് എന്നെ മനസ്സിലായത് പോലുമില്ല എന്നാണ് പറഞ്ഞത്. വീണ ചേച്ചി ഇവിടെ വന്നിട്ടില്ല ചില ഗാനങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റേജിൽ തന്നെ ഇരിക്കുകയാണ്. അതിനുശേഷം എനിക്ക് കോൺഫിഡൻറ്റ് വന്നു. അങ്ങനെ ചെയ്തതാണ് കുഞ്ചാക്കോ ബോബനും പ്രിയാമണിക്കൊപ്പമുള്ള ഇൻ്റർവ്യൂ. അതിന് താഴെ വന്ന കമൻറ്റൊക്കെ ഞാൻ വായിച്ചു. വീണ മാത്രം എന്തിനാണ് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുന്നതെന്ന്, ഇത് വീണയ്ക്ക് ചേർന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ്. എൻ്റെ അവസ്ഥ അതുകൊണ്ടായിരുന്നു. അതാണ് ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചത്, അതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു എന്നാണ് വീണ.